ഹാറൂൺ റഷീദിൻ്റെ കാലഘട്ടത്തിൽ ഒരു ക്രിസ്ത്യാനിയായ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ദർബാറിൽ വന്നു. എന്നിട്ട് വാസിൽ ഇബ്നു അത്താഇനെ പോലെയുള്ള ആളുകളുമായി സംവാദം നടത്തി. അപ്പോൾ ഹാറൂൺ റഷീദ് അദ്ദേഹത്തോട് പറഞ്ഞു, ഇജ്ജ് മുസ്ലിം ആവണമെന്ന്. അയാൾ അതൊന്നും പരിഗണിക്കുകയോ ഗൗനിക്കുകയോ ചെയ്യാതെ അയാൾ എന്ത് ചെയ്തു? അവിടുന്ന് വിട്ടു. അങ്ങനെ 2 വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഏകദേശം അദ്ദേഹം വീണ്ടും എന്ത് ചെയ്യാണ്? ഹാറൂൺ റഷീദിൻ്റെ അടുത്ത് വരികയാണ്. അപ്പോൾ ഹാറൂൺ റഷീദിൻ്റെ അടുത്ത് വന്നപ്പോൾ ഹാറൂൺ റഷീദ് പരിഗണിച്ചില്ല. പക്ഷേ ഹാറൂൺ റഷീദുമായി അദ്ദേഹം പിന്നീട് സംസാരിക്കാൻ അവസരം ചോദിക്കുകയും സംസാരിക്കണം. അപ്പോൾ ഹാറൂൺ റഷീദ് ചോദിച്ചു, എന്താണ് ഇജിപ്പം ഇങ്ങനെ വരാൻ കാരണം? ഞാൻ തിരിച്ചു പോയ പോലെയല്ല ഇപ്പം മടങ്ങി വന്നിട്ടുള്ളത്, ഞാനൊരു മുസ്ലിമാണ്. അപ്പം ചോദിച്ചു, എന്നെ മുസ്ലിമാകാൻ പ്രേരിപ്പിച്ച സംഗതി എന്താണ് എന്ന്. ബൈബിളിൻ്റെയും ഇഞ്ചീലിൻ്റെയും ഈ 2 കോപ്പി, പരിശുദ്ധ ഖുർആൻ്റെ 2 കോപ്പി ഈ കാലത്തിനിടയ്ക്ക് ഞാൻ വാങ്ങുകയും വായിക്കുകയും ചെയ്തു. അപ്പോഴെന്തുണ്ടായി? വൈരുദ്ധ്യങ്ങളുടെ കലവറയായിരുന്നു പൂർവ്വഗ്രന്ഥങ്ങളിൽ കണ്ടത്. എന്നാൽ പരിശുദ്ധ ഖുർആനിലോ ഒരു വൈരുദ്ധ്യമായ ഒരു വാചകം കാണാനില്ല. അഫലാ യതദബ്ബറൂനൽ ഖുർആന വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറാ. ഈ പരിശുദ്ധ ഖുർആൻ, ആ പരിശുദ്ധ ഖുർആനെ കുറിച്ച് പറയാണ്, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ. ഈ പരിശുദ്ധ ഖുർആനെ കുറിച്ച് നിങ്ങളിങ്ങനെ ചിന്തിച്ചു നോക്ക്. വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹ്, ഇത് പടച്ച തമ്പുരാൻ്റെ അടുത്തുനിന്നല്ലായിരുന്നുവെങ്കിൽ ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ, ധാരാളം വൈരുദ്ധ്യങ്ങൾ കാണാമായിരുന്നു. കാരണം ഒരു പുസ്തകം, ഒരു ലേഖനം ഒരാൾക്ക് എഴുതണമെങ്കിൽ 1 അതിൻ്റെ വിഷയങ്ങൾ നന്നായി അറിയണം, 2 അതിൻ്റെ ഭാഷ അയാൾക്കുണ്ടാവണം, 3 എഴുതുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടാവണം, 4 അത് വായിക്കുന്ന ആളുകൾക്ക് ആ എഴുതുന്ന ഭാഷയും ആ എഴുതുന്ന വിഷയവും മനസ്സിലാവണം. പിന്നെയോ ആ മനസ്സിലായ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുന്നതും ആവണം. അപ്പം എന്തൊക്കെ സംഗതികൾ വേണം? എന്നാൽ യുഗങ്ങളായി കഴിഞ്ഞു പോകുമ്പോഴും മരുഭൂമിയിൽ വീണ മൂതിരക്കല്ലിനെ പോലെ അത് ഒറ്റപ്പെട്ട് തിളങ്ങി നിൽക്കുന്ന ഒരവസ്ഥയാണ് പരിശുദ്ധ ഖുർആനുള്ളത്. എന്തുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ അതിന് സാധിച്ചത്? അത് വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ. അള്ളാഹു പറഞ്ഞു കൊടുത്തതല്ലായിരുന്നുവെങ്കിൽ അതിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ കാണാമായിരുന്നു. കാരണം എന്താ? ഇത് ഇറങ്ങിയത് ആർക്കാ? മുഹമ്മദ് നബിക്ക. മുഹമ്മദ് നബിയുടെ അവസ്ഥ എന്താണ്? മാ കുന്തു തത്ലൂ മിൻ കിതാബിൻ, ഒരു പരിശുദ്ധ ഖുർആനിലെയോ അല്ലെങ്കിൽ അതിന് മുമ്പുള്ളതോ ആയ വേദങ്ങളായ ഒന്നിനെക്കുറിച്ചും ഒരു അക്ഷരം പോലും വായിച്ചിട്ടില്ല. മാ കുന്ത തത്ലൂ മിൻ കിതാബിൻ വലാ തഖുത്തുഹു ബിയമീനിക്, എഴുതുക എന്നുള്ള ഒരവസ്ഥയും മുഹമ്മദ് നബിക്കില്ല. ഇദല്ലർതാബൽ മുബ്തിലൂൻ, നിരർത്ഥകവാദികളായ ആളുകൾ സംശയിക്കാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത് എന്ന് ഖുർആൻ പറയാണ്. അപ്പോൾ പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മുഹമ്മദ് നബിയുടെ ഈ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ആ മുഹമ്മദ് നബിയെ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് എങ്ങനെ? ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീയീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീയീൻ. ഉമ്മീയീൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയോ? അക്ഷരജ്ഞാനമില്ലാത്തവൻ, എഴുതാൻ കഴിവില്ലാത്ത ആൾക്കാണ് ഉമ്മീ എന്ന് പറയാം. പിന്നെ എങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഖുർആൻ ആ സമൂഹത്തെ പഠിപ്പിച്ചത്? അത് മുഹമ്മദ് നബി ഖുർആൻ പഠിപ്പിച്ചത് ഒന്ന് ആംഗ്യത്തിലൂടെ, ഈമാവിലൂടെയായിരുന്നു. രണ്ടാമത് മുഹമ്മദ് നബി ഖുർആൻ പഠിപ്പിച്ചത് വരച്ച് കാട്ടിക്കൊടുക്കുകയായിരുന്നു. മൂന്നാമത്തത് നുത്ഖ്, ഉച്ചരിച്ചുകൊണ്ടാണ് മുഹമ്മദ് നബി. നാലാമത്തതോ സംഭവങ്ങളെക്കുറിച്ചൊക്കെ പഠിപ്പിച്ചും പറഞ്ഞും കൊടുത്തുകൊണ്ടായിരുന്നു. ഇതൊക്കെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കയിലെ ആ 13 കാലഘട്ടത്തിലെ ജീവിതത്തിൽ മുഹമ്മദ് നബി സോളോളജിയോ അല്ലെങ്കിൽ കെമിസ്ട്രിയോ ഫിസിക്സോ ബയോളജിയോ ഒന്നും പഠിച്ചിട്ടില്ല. പക്ഷെ പരിശുദ്ധ ഖുർആൻ സംസാരിക്കുന്നതോ ഏതൊരു യുഗത്തിലുള്ള തലമുറകൾ വരുമ്പോഴും അതിനെല്ലാം ഉൾക്കൊള്ളാൻ കഴിയുന്ന, ഇപ്പോൾ യന്ത്രത്തെക്കുറിച്ചും അതിൻ്റെ ചലനങ്ങളെക്കുറിച്ചും പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥി പരിശുദ്ധ ഖുർആനിലേക്ക് കടന്നു വരികയാണെന്ന് വെക്കുക, ഒരു സൂപ്പർ ജെറ്റിക് വിമാനത്തെക്കുറിച്ച്.
അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു വാഹനത്തെക്കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിലും പരിശുദ്ധ ഖുർആനിലേക്ക് കടന്നു വരുമ്പോൾ കാണാം വൽ ഖൈല വൽ ബിഗാല വൽ ഹമീറ വതർകബൂഹ വൽ ഖൈല വൽ ഹിമാറ വൽ ഹമീറ വൽ ഖൈല വൽ ബിഗാല വൽ ഹമീറ ലിതർകബൂഹ വസീനതൻ വയഖ്ലുഖു മാ ലാ തഅലമൂൻ. നിങ്ങൾക്ക് പരിശുദ്ധ ഖുർആന്റെ ആ പ്രത്യേകത നോക്കൂ. നിങ്ങൾ അറബികൾക്ക് പരിചയമുള്ള വൽ ഖൈല വൽ ബിഗാല വൽ ഹമീറ, കഴുതയെയും കുതിരകളെയൊക്കെ പറ്റിയിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അതിന്റെ പ്രത്യേകതയും പറഞ്ഞു. ലിതർകബൂഹ, അതിലിങ്ങനെ വാഹനത്തിൽ സഞ്ചരിക്കാം. വസീനത്തൻ, ഒട്ടകൊക്കെ ഇങ്ങനെ ആ സന്ധ്യാസമയത്ത് നടന്നിങ്ങനെ വരുന്നത് കാണുമ്പോൾ വളരെ നല്ല കൗതുകമാണ്. അതുമാതിരി കുതിരയും തന്നെ. അതെ, വസീനത്തൻ വയഖ്ലുഖു മാ ലാ തഅലമൂൻ, നിങ്ങൾക്ക് വിവരമില്ലാത്തതോ അവൻ പടക്കും. നോക്ക്, പരിശുദ്ധ ഖുർആൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ 7 കടലുള്ള പ്രദേശം ലോകത്ത് സൗദി അറേബ്യ മാത്രമേ ഉള്ളൂ. 7 പ്രാവശ്യം ചുറ്റുന്ന കഅബയും 7 കടലുമുള്ള സൗദി അറേബ്യ, അതിൻ്റെ 7 ദിക്കിലും പ്ലെയിൻ ഇറങ്ങാൻ പറ്റുന്ന പരിശുദ്ധമായ നിലവും ഭൂമിയും സംവിധാനവും. പക്ഷേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് എന്താണ് വാഹനം? കുതിര, അതുപോലെ തന്നെ കഴുത. അവർക്കറിയാതാണ്. അതാണ് ഖുർആൻ വൽ ഖൈല വൽ ബിഗാറ വൽ ഹമീറ ലിതർകബൂഹ വസീനതൻ, അതിൻ്റെ അലങ്കാരത്തെക്കുറിച്ചും പറഞ്ഞു. എന്നിട്ടോ വയഖ്ലുഖു മാ ലാ തഅലമൂൻ, നിങ്ങൾക്ക് വിവരമില്ലാത്തതും എന്ത് ചെയ്യും? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്, അള്ളാഹു പടക്കുമെന്ന്. ഇത് മുഅ്ജിസത്തായ അത്ഭുതമായ ഒരായത്താണ്, അത് മനസ്സിലാക്കണം. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനിലേക്ക് ഇങ്ങനെ കടന്നു ചെന്നാൽ കാണാം, സൂറത്ത് ശൂറയിൽ കാണാം, ആകാശത്തും ഭൂമിയിലൊക്കെ ജീവികളുണ്ട് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അവിടേക്കൊന്നും ഇപ്പോഴും ശാസ്ത്രത്തിൻ്റെയോ ചുറ്റുപാടുകളോ എത്തിയിട്ടില്ല. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് ആകാശത്ത് ജീവികളുണ്ട്, അതുപോലെ തന്നെ ഭൂമിയിലും ജീവികളുണ്ട്. മനുഷ്യൻ്റെ കണ്ണിൽ തന്നെ കാണാത്തതായ അനവധി ജന്തുജാലങ്ങളും മനുഷ്യന്മാരും പോലെയുള്ള മറ്റുള്ള വസ്തുക്കളൊക്കെ ഈ ഭൂമിയുടെ മേലെയുമുള്ള ഭാഗത്തുണ്ട് എന്നൊക്കെ ഖുർആൻ സംസാരിക്കുന്നുണ്ട്. അതാണ് തഫ്സീർ ഖുർത്തുബി പറയുന്നൊരു വാചകം കാണാൻ സാധിക്കും. അൻ ഇബ്നു അബ്ബാസ് വഖതാദ വബ്നു സൈദ് വലാ യദ്ഖുലു ഫി ആദാ ഇഖ്തിലാഫു അൽഫാദിൽ ഖിറാഅത്ത് വഅൽഫാദിൽ അംസാൽ വദലാലാത്ത് വമഖാദീർ സുവർ വലായാത്ത്. പരിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ, സൂറകൾ, അതിൻ്റെ ഉദാഹരണങ്ങൾ നിങ്ങൾ നോക്കി. അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളിൻ്റെ ഉദാഹരണം ഖുർആൻ പറഞ്ഞ എന്താണെന്നറിയോ? അങ്കബൂത്തിനെ പോലെ, വീട്ടിൻ്റെ ഒരു ഭവനം പോലെയാകുന്നു എന്ന്. ഒരു അങ്കബൂത്ത് എന്ന് പറഞ്ഞാൽ 8 കാലി. കാരണം അത്ര ഉറപ്പുള്ളൂ ആ സാധനത്തിന്. എത്ര ലളിതമായ രീതിയിലാണ് പരിശുദ്ധ ഖുർആൻ ആ ശിർക്കിൻ്റെ വശത്തെക്കുറിച്ചിട്ട് പഠിപ്പിക്കുന്നത്. കാരണം 8 കാലിയുടെ വലക്ക് അത്ര ഭദ്രതയില്ല. അത് എത്ര നെയ്തുണ്ടാക്കാൻ ഒരുപാട് കഷ്ടപ്പെടണം. എന്നാൽ സുരക്ഷിതമായ ഒരു താവളത്തിൽ അതിന് ജീവിക്കാനും കഴിയില്ല. ഫകഅന്നമാ ഖറ മിനസ്സമായി തഖ്തഫു തൈറ ഔ തഹ്വി ബിഹി ഫീ മക്കാനിൻ സഹീഖ് എന്ന ഖുർആൻ പറഞ്ഞ്, ശിർക്ക് ചെയ്യുന്ന മനുഷ്യന്മാർ ആകാശത്തുനിന്ന് പൊട്ടി വീണ പോലെയാണ്. ഇതുപോലെ തന്നെയാണ് അങ്കബൂത്തിൻ്റെയും സ്ഥിതി. അത് പൊട്ടി വീണാൽ ആകാശത്തേക്ക് നിന്ന് മേലഭാഗത്തുനിന്ന് പൊട്ടി വീഴും, സുരക്ഷിതത്വമില്ല എന്ന്. എത്ര ലളിതമായ രീതിയിൽ ഉദാഹരണത്തിലൂടെയാണ് പരിശുദ്ധ ഖുർആൻ ആ കാര്യത്തോട് സംസാരിക്കുന്നത്. അത്ഭുതമായ സംഗതികളാണ് എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനി പരിശുദ്ധ ഖുർആൻ കളവായ ഒരു വാചകമോ ഒരു പദമോ പരിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയില്ല. അത് ഖുർആനിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകമായ ഒരു കാര്യമാണ്. അത് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. ഏതൊരു ഗ്രന്ഥത്തിലേക്ക് കടത്തിക്കൂട്ടിയിട്ടോ അല്ലെങ്കിൽ ആശയങ്ങളുടെ വ്യതിയാനങ്ങളോ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചുകൊണ്ടോ പറയേണ്ടത്. ഇപ്പോൾ കൊണ്ടുവയ്ക്കും, ഒരു ബഷീർ എന്ന് പറഞ്ഞ ഒരു യഹൂദിയുടെ അങ്കി ഒരു മുനാഫിക്കായ മനുഷ്യൻ കട്ടു, യഹൂദിയുടെ അങ്കി. അപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബഷീർ എന്ന് പറഞ്ഞ ആ മുനാഫിക്കിൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിന്നു, യഹൂദിക്കെതിരിൽ വിധി പറഞ്ഞു. പക്ഷെ പരിശുദ്ധ ഖുർആനോ യഹൂദിക്ക് അനുകൂലമായി പറഞ്ഞു. അതിൽ യഹൂദി പറഞ്ഞതാണ് ശരി. അഫല്ലാഹു അൻക ലിമ അതിൻതലഹും, യുദ്ധത്തിന് പോകേണ്ട ആളുകൾ ഒഴിവൊഴിവ് പറഞ്ഞ് നിന്നപ്പോൾ മുഹമ്മദ് നബിക്ക് ഖൈബറിയില്ല. പറഞ്ഞപ്പോഴും എന്ത് ചെയ്തു? അവരെ വിട്ടു. അപ്പോൾ ഖുർആൻ താക്കീത് നൽകി, എന്തിനവർക്ക് സമ്മതം കൊടുത്തത്? അള്ളാഹ് എനിക്ക് പുറത്തു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വഹ്യ് കിട്ടിയിട്ടല്ലാതെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സംഗതിയെക്കുറിച്ച് സംസാരിച്ചിരുന്നില്ല. ഗാർ ഹിറായിൽ വെച്ച്
നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹയി വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ വഹയില്ല, വഹയി നിന്നു. അങ്ങനെ